الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള മാർഗങ്ങൾ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ്. അസ്ബാബുൽ ഖുദ്ലാൻ, അള്ളാഹു നമ്മെ കൈയൊഴിയുന്നതിൻ്റെ, അള്ളാഹുവിൻ്റെ സഹായം, അവൻ്റെ തൗഫീഖ് നമുക്ക് ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ. അതിലൊന്നാമത്തെ കാരണം അത്തഅല്ലുഖു ബിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരോടായിട്ടുള്ള ബന്ധം, അള്ളാഹു അല്ലാത്തവരോടുള്ള ബന്ധം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്തവരെ ഇലാഹായോ റബ്ബായോ രക്ഷാധികാരിയായോ സ്വീകരിക്കുന്ന അവസ്ഥ, അള്ളാഹുവിനെ ശിർക്ക് വെക്കുന്ന അവസ്ഥ. വ്യക്തമായി പറഞ്ഞാൽ അത് അമ്പിയാക്കളാകട്ടെ, മലക്കുകളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചുപോയവരാകട്ടെ, ജീവനില്ലാത്ത കല്ലോ മുള്ളോ മരമോ എന്തുമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എന്തുമാകട്ടെ, ആരുമാകട്ടെ, അവരുമായുള്ള ബന്ധം, ആരാധനകൾ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ശിർക്കിയായ ബന്ധം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് തടയപ്പെടാനുള്ള ഏറ്റവും അടിസ്ഥാന കാരണമാണ്. വമൻ തഅല്ലഖ ബിഗൈരില്ലാഹി വുക്കില ഇലാ നഫ്സിഹി, അല്ലാഹു അല്ലാത്തവരുമായി ആരെങ്കിലും ബന്ധം സ്ഥാപിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാര്യങ്ങൾ അവനിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. വമൻ വുക്കില ഇലാ നഫ്സിഹി ഫഹുവൽ മഖ്ദൂൽ, ആരാണോ തൻ്റെ കാര്യം തന്നിലേക്ക് തന്നെ ഏൽപ്പിക്കപ്പെടുന്നത് അവനാണ് തൗഫീഖ് ലഭിക്കാത്തവൻ. അള്ളാഹുവിൻ്റെ തൗഫീഖിൽ നിന്ന് അകലുന്നവൻ അവനാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഫഅഅ്ളമുൻ നാസി ഖുദ്ലാനൻ മൻ തഅല്ലഖ ബിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നവർ, ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് നൽകുന്നവർ, അവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും തൗഫീഖിൽ നിന്ന് അകലുന്നവർ. ഏറ്റവും ഭാഗ്യം കെട്ടവരവരാണ്. ശിർക്കിൻ്റെ ആളുകളാണ്, കുഫ്റിൻ്റെ ആളുകളാണ്. فإن ما فاته من مصالحه وسعادته وفلاحه أعظم مما حصل له ممن تعلق به. എന്നാൽ അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ചവൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്തിൻ്റെ ഏതംശവും വകവെച്ച് നൽകുന്നവൻ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു ദുആ ചെയ്യുന്നവൻ, അള്ളാഹുവിൽ മാത്രം കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവൻ, ആരാധനകളുടെ ഏതംശവും അള്ളാഹുവിന് മാത്രം കാഴ്ചവെക്കുന്നവൻ, അവന് ലഭിക്കുന്ന നന്മകൾ, അവന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, അവന് ലഭിക്കുന്ന വിജയങ്ങൾ അതിനതിരില്ല, അത് കണക്കറ്റതാണ്. ഈ നന്മകളും സൗഭാഗ്യവും വിജയവും അതുപോലെ തന്നെ നേട്ടങ്ങളുമെല്ലാം അള്ളാഹു അല്ലാത്തവരുമായി ബന്ധം സ്ഥാപിക്കുന്നവർക്ക് നഷ്ടമായിരിക്കും. അവനെപ്പോഴും ഖേദമായിരിക്കും.
വമസലുൽ മുതഅല്ലിഖി ബിഗൈരില്ലാഹ് കമസലിൽ മുസ്തദില്ലി മിനൽ ഹർരി വൽ ബർദി ബിബൈത്തിൽ അൻകബൂത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹു അല്ലാത്തവരുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ, അവരുടെ ഉപമ എന്ന് പറഞ്ഞാൽ തണുപ്പായാലും ചൂടായാലും ഒരു എട്ടുകാലിയുടെ വല, എട്ടുകാലിയുടെ വീടിനെ സുരക്ഷയായി, അതല്ലെങ്കിൽ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും തന്നെ സംരക്ഷിക്കാനുള്ള സംരക്ഷണമായി സ്വീകരിക്കുന്നവൻ്റെ ഉപമ പോലെയാണ്. തണുപ്പും ചൂടും വന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർ അവരെ അതിൽ നിന്ന് സംരക്ഷിക്കുന്ന വീടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇടത്താവളമോ സുരക്ഷയ്ക്ക് വേണ്ടി സ്വീകരിക്കും. നമ്മുടെ വീട്ടിൽ തണുപ്പിനും ചൂടിനും സുരക്ഷ ആഗ്രഹിച്ച് നമ്മൾ സംരക്ഷണം തേടി അന്തിയുറങ്ങുന്നത് പോലെ ഒരാൾ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എട്ടുകാലി ചിലന്തിയുടെ വലൻ്റെ ചോട്ടിൽ തമ്പടിച്ചാലോ എന്താണ് അവൻ്റെ അവസ്ഥ? എത്ര വിഡ്ഢിയായിരിക്കും. ഇതുപോലെയാണ് അള്ളാഹു അല്ലാത്തവരുമായി ബന്ധം സ്ഥാപിക്കുന്നവരുടെ ഉപമ. അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നവർ അവർ തൗഹീദിൻ്റെ സുരക്ഷയുടെ, നിർഭയത്വത്തിൻ്റെ, സമാധാനത്തിൻ്റെ കോട്ടയിലായിരിക്കും, ആരാലും തകർക്കാൻ കഴിയാത്ത. എന്നാൽ അള്ളാഹു അല്ലാത്തവരുമായി ബന്ധം സ്ഥാപിക്കുന്നവർ അവരുടെ താവളവും സങ്കേതവും വീടും ഭവനവും നിർഭയത്വ കേന്ദ്രവും എന്നാൽ ചിലന്തി വലയെപ്പോലായിരിക്കും. ഔഹനുൽ ബുയൂത്, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അതേറ്റവും ദുർബലമായ വീടാണ്. അള്ളാഹു പറഞ്ഞു, ലാ തജഅൽ മഅ അല്ലാഹി ഇലാഹൻ ആഖർ ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല. നിങ്ങൾ അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെ സ്ഥാപിക്കരുത്. അങ്ങനെ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരുമായി ബന്ധം സ്ഥാപിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് വകവെച്ച് നൽകിയാൽ, ശിർക്ക് ചെയ്താൽ, ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല, നിങ്ങൾ ആക്ഷേപിക്കപ്പെട്ടവനും ഭാഗ്യം കെട്ടവനും തൗഫീഖ് ലഭിക്കാത്തവനുമായി മാറും. അള്ളാഹു പറയാണ്, മദ്മൂമൻ ലാ ഹാമിദ ലക് മഖ്ദൂലൻ ലാ നാസിറ ലക്. ആരും സഹായിക്കാനില്ലാത്ത, തൗഫീഖിൽ നിന്ന് അന്യമായവനായി മാറും. ആരും പുകഴ്ത്താനില്ലാത്ത, ആക്ഷേപാർഹനായി, ആരും നിന്നെ നല്ലത് പറയാത്ത, ആക്ഷേപിക്കപ്പെട്ടവനായി നീ മാറും. ശിർക്ക് ചെയ്യുന്നവർക്കുള്ള ദുരവസ്ഥയാണിത്. അള്ളാഹു അല്ലാത്തവരുമായി ആരാധനാ ബന്ധം സ്ഥാപിക്കുന്നവർക്കുള്ള വഴികേടും നിന്ദതയും അപമാനവും ഭാഗ്യക്കേടുമാണിത്. അള്ളാഹു സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞതുപോലെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖിൽ നിന്ന് അകലാനുള്ള, അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ലഭിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തുകൾ വഴിതിരിച്ചു വിടുക. അത് ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളാകട്ടെ, ആന്തരികമായി നമ്മുടെ കൽബിനകത്ത് നമ്മൾ സ്ഥാപിക്കേണ്ടുന്ന ഇബാദത്തുകളാകട്ടെ. ഭയം, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനെ ഭയക്കുന്നത് പോലെ നമ്മൾ ഭയക്കാൻ പാടില്ല. അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കാൻ പാടില്ല. ആരെക്കാളും നമ്മൾ അള്ളാഹുവിനെ ഭയക്കണം, ആരെക്കാളും നമ്മൾ അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കണം. നമ്മുടെ കാര്യങ്ങൾ ഏത് അസ്ബാബുകൾ അവലംബിക്കുന്നതിനേക്കാളും അള്ളാഹുവിൽ നമ്മൾ ഏൽപ്പിക്കണം, അള്ളാഹുൽ അവലംബിക്കണം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആന്തരികമായും ബാഹ്യമായും ആരാധനാ ബന്ധം സ്ഥാപിക്കുന്നവൻ ആരാണോ അവനാണ് മുവഹിദ്, അവനാണ് യഥാർത്ഥ മുഅ്മിൻ, അവനാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്നവൻ. ഈ ബന്ധം കൈമോശം വരികയും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിൻ്റെ തൗഫീഖിൽ നിന്ന് അകലുന്ന ആദ്യത്തവൻ. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അള്ളാഹു അല്ലാത്തവരിലേക്ക് ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം അർറിയാഉ വ മുലാഹദാത്തുൽ മഖ്ലൂഖീൻ, ലോകമാന്യതയും ആളുകളുടെ പടപ്പുകളുടെ സൃഷ്ടികളുടെ ശ്രദ്ധയാകർഷിക്കുന്ന ത്വരയും. ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആളുകളെ കാണിക്കണം. ഞാനിത് ചെയ്യുന്ന നാലാൾ ശ്രദ്ധിക്കണം, എൻ്റെ ഈ പണി ആളുകൾ അറിയണം എന്ന ബോധമുള്ളവർ, ഈ രോഗമുള്ളവർ അള്ളാഹുവിൻ്റെ തൗഫീഖിൽ നിന്ന് അകലുന്ന രണ്ടാമത്തെ വിഭാഗം ആളുകളാണ്. സൗബുർ റിയാഇ യശിഫു അമ്മാ തഹ്തഹു ഫഇദൽ തഹഫ്ത ബിഹി ഫഇന്നക ആരിൻ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, റിയാഇൻ്റെ ലോകമാന്യതയുടെ വസ്ത്രം നീ എത്ര എടുത്തണിഞ്ഞാലും ആ വസ്ത്രം ഉള്ളതിനെ വെളിവാക്കും. നീ ഉള്ളിലൊന്ന് ഒളിപ്പിച്ച് പുറമേക്ക് വേറെ അഭിനയിക്കുകയാണെങ്കിൽ നിന്റെ ആ കപടത, നിന്റെ ആളുകൾക്ക് മുമ്പിലുള്ള കാട്ടിക്കൂട്ടൽ,
നിന്റെ തനിനിറം അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തും. എത്ര നീ ആളുകളുടെ മുമ്പിൽ അഭിനയിച്ചാലും റിയാഇന്റെ വസ്ത്രമണിഞ്ഞാലും അത് വെളിപ്പെടുത്തും. ഫഇദൽ തഹഫ്ത ബിഹി ഫഇന്നക ആരിൻ, ഈ ലോകമാന്യതയുടെ വസ്ത്രം നീ എത്ര മറച്ചു പിടിച്ചാലും, നിന്റെ ശരീരം മറച്ചാലും, നീ ഒരു നാൾ നിന്റെ തനിനിറം വെളിവാക്കി നഗ്നനായി പുറത്തു വരും. എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ആളുകൾക്ക് വേണ്ടി ചെയ്താലും നമ്മളുടെ തനി നിറം അല്ലാഹു സുബ്ഹാനഹു വ തആല ജനമധ്യത്തിൽ വെളിപ്പെടുത്തും. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക എന്നതാണ് കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളെ കാണിക്കാൻ വേണ്ടി, അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ആളുകളുടെ സ്തുതിവാചകങ്ങളും ആളുകളുടെ പ്രശംസാവാചകങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിൽ നിന്ന് അകലാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. വദാലിക ദാഅൻ മുഹ്ലികുൻ വലാ യുദ്ഹിബുഹു ഇല്ല തവജ്ജുഹു ഇലല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ അമലുകളെ നശിപ്പിക്കുന്ന രോഗമാണ്. നമ്മളറിയാവുന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം നൽകുന്ന ദീനാണ് അവൻ സ്വീകരിക്കുക. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. ഷിർക്ക് ചെയ്യുന്നവരുടെ ഷിർക്കിൽ നിന്ന് ഞാൻ ധന്യനാണ്, എനിക്ക് ആ ഷിർക്കിൻ്റെ ആവശ്യമില്ല. മൻ അമില അമലൻ അശ്റക ഫീഹി മഅി ഗൈരി തറക്തുഹു വശിർക്കഹു. ആരാണോ ഒരു അമൽ ചെയ്യുന്നത്, ആ അമൽ ചെയ്യുമ്പോൾ എന്നോടൊപ്പം മറ്റൊരാളെ, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോട് പങ്കുചേർക്കുന്നത്, അള്ളാഹു പറയുന്നു തറക്തുഹു വശിർക്കഹു, ഞാൻ അവനെയും അവൻ്റെ ഷിർക്കിനെയും ഒഴിവാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമൽ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അവനെ കൈയൊഴിയുമെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും. ഇതാണ് അള്ളാഹു അല്ലാത്തവരെ കാണിക്കാനും അവരെ കൊണ്ട് പറയിപ്പിക്കാനും അള്ളാഹു അല്ലാത്തവരുടെ ശ്രദ്ധ ആകർഷിക്കാനും നമ്മൾ അമൽ ചെയ്താലുള്ള ദുര്യോഗം. ഇത് തൗഫീഖ് അന്യമാകുന്ന മഹാദുരന്തമാണ്, വലിയ വിപത്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മോട് പറയുന്നു. ഇതിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന്, ഈ കൊടുമാരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഇല്ല തവജ്ജുഹു ഇലല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. ഏത് നിസാരമായ നന്മയാകട്ടെ അള്ളാഹുലേക്ക് മാത്രം അവനെ അഭിമുഖീകരിച്ച് അവൻ്റെ കൂലി പ്രതീക്ഷിച്ച് അവനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുക എന്നതാണ്. വ ഇന്നന്നാസ ലാ യംലികൂന ദർറൻ വലാ നഫ്അൻ. കാരണം ജനങ്ങൾ, നീ നന്നായി ജീവിച്ചാൽ ജനങ്ങളാരും നിനക്ക് അതിന് കൂലി തരൂല. നീ മോശമായി കഴിഞ്ഞാൽ, കേടായി കഴിഞ്ഞാൽ ജനങ്ങളാരും നിന്നെ ഉപദ്രവിക്കാനും പോകുന്നില്ല, ശിക്ഷിക്കാനും പോകുന്നില്ല. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. നിന്നെ നശിപ്പിക്കാനോ നിന്നെ മരിപ്പിക്കാനോ, മരിച്ച് നിന്നെ ജീവിപ്പിക്കാനോ, ജീവിച്ച് വീണ്ടും നിനക്ക് ജീവിതം നൽകാനോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ അള്ളാഹിൻ്റെ ഒരു പടപ്പിനും സാധിക്കില്ല. അതുകൊണ്ട് നന്മയും നല്ലതും ചീത്തയും മരണവും ജീവിതവും പുനരുത്ഥാനവുമെല്ലാം ഉടമപ്പെടുത്തുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം നീ നന്മകളും സൽക്കർമ്മങ്ങളും കാഴ്ചവെക്കുക. ഇല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി വമൻ യുറാഇ യുറാഇല്ലാഹു ബിഹി. ആരാണോ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്, അള്ളാഹു അവനെ കേൾപ്പിക്കും, അള്ളാഹു അവനെ കൊള്ള കേൾപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒരാൾ നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്, ആളുകൾ എൻ്റെ ഖിറാഅത്ത് കേൾക്കണമെന്ന് ആഗ്രഹിച്ച അയാൾ മനോഹരമായി പാരായണം ചെയ്യുന്നു ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി. ആളുകളത് കേട്ട് എന്നെ വലിയ ഓത്തുകാരനെന്ന് പറയാൻ, അവരുടെ പ്രശംസാവാചകം കേൾക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവൻ്റെ കപടത ആളുകൾക്കിടയിൽ വെളിപ്പെടുത്തും. ഇവനിലുള്ള തിന്മകൾ, ന്യൂനതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനസമക്ഷം കേൾപ്പിക്കും. അവൻ ആളുകൾക്കിടയിൽ വഷളാകുന്ന അവസ്ഥ വരും. പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് ദുനിയാവിൽ സംഭവിക്കും. ആഖിറത്തിൽ എന്തായാലും അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നിന്ദിരാക്കും, സംശയമില്ല. ദുനിയാവിലും ആരുടെ നന്മ ആര് തന്നെ പുകഴ്ത്തണം, ആര് തന്നെ കുറിച്ച് ഭംഗിവാചകം പറയണമെന്നാണോ അവൻ ആഗ്രഹിച്ചത്, ആരിൽ നിന്ന് അത് കേൾക്കണമെന്നാണ് ആഗ്രഹിച്ചത്, അവരെ കൊള്ളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ മോശത്തരങ്ങൾ കേൾപ്പിക്കും. ഇതാണ് ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവരവസ്ഥ. വമൻ യുറാഇ യുറാഇല്ലാഹു ബിഹി. അതുപോലെ തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ആരെങ്കിലും നന്മ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്കിടയിൽ ഇവന്റെ മോശത്തരങ്ങൾ വെളിപ്പെടുത്തും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പടപ്പുകൾക്ക് വേണ്ടിയല്ല, പടച്ചവന് വേണ്ടിയാണ് നമ്മൾ നന്മ ചെയ്യുന്നത്. ഇന്ന് നോക്കൂ നിങ്ങൾ, ആളുകൾ എന്ത് നന്മ ചെയ്യണ്ടെങ്കിലും
മാലോകരെ കാണിച്ചാലേ അവർക്ക് സമാധാനമാവുള്ളൂ. അത് ഇബാദത്തിൻ്റെ ഷർത്താന്നാണ് ചില ആളുകളുടെ കാട്ടിക്കൂട്ടലിൻ്റെ വിചാരം. ഹജ്ജിന് പോയാൽ, ഉംറക്ക് പോയാൽ, നോമ്പ് തുറ സംഘടിപ്പിച്ചാൽ, പിന്നെന്താ റിലീഫ്, അത് വിട്ടുപോയ സംഗതിയാണ്. ആളുകൾക്ക് വേണ്ടി കാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്താൽ 4 ആളെ വിളിച്ചുകൂട്ടി ചിലപ്പോൾ ഫോട്ടോഗ്രാഫറേയും കൂട്ടും. പിറ്റേന്ന് പരസ്യത്തിൽ ഫോട്ടോ സഹിതം വന്നാലേ ആളുകൾക്ക് സമാധാനമാവുള്ളൂ. ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനും ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങളും ദീനീ പ്രവർത്തനങ്ങളും അത് തരംതാണു പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ കാലഘട്ടത്തിൽ വ്യാപകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതേ നമുക്ക് ബാക്കിയാവുകയുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി പടപ്പുകളെ കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടി ചെയ്താൽ അവരുടെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വഷളാകുന്ന അവസ്ഥ വിദൂരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യതയിൽ നിന്ന്, ഏറ്റവും വലിയ ഭാഗ്യക്കേടിൽ നിന്ന്, തൗഫീഖ് അന്യമാകുന്നതിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് രണ്ടാമത്തെ കാര്യം. ആളുകളെ കാണിക്കാനും ആളുകളുടെ ശ്രദ്ധയാകർഷിക്കാനും വേണ്ടി അമൽ ചെയ്യുക. മൂന്നാമത്തെ കാര്യം ഫസാദുന്നീയ, നമ്മുടെ നീയത്ത് ഫസാദായി പോകുക, നീയത്ത് കൈമോശം വരിക എന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുന്നത് ആ അമൽ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്താണ്, നീയത്ത് എന്താണ്, ഉദ്ദേശം എന്താണ്, അതാണ്. നമ്മളിവിടെ ഇന്ന് ഈ മജ്ലിസിൽ വന്നിരുന്നു. എന്തുകൊണ്ട്? ഇന്ന് ഖത്തീബ് മുമ്പർമ കാര്യമായിട്ട് ദീനിൻ്റെ മജ്ലിസ് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് നമ്മളെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, നമ്മൾ ഈ സദസ്സിലില്ലെങ്കിൽ മോശമല്ലേ, മൂപ്പര് ചോദിച്ചാലോ? ഇതാണ് നമ്മളെ നീയത്ത്? യാതൊരു ഉപകാരമില്ല. അതല്ല, ഇന്ന് നമ്മളെ വേണ്ടപ്പെട്ട ചങ്ങായിമാരൊക്കെ പോകുന്നുണ്ട്, അവൻ്റെ വണ്ടിമേ സ്ഥലമുണ്ട്, അതല്ലെങ്കിൽ അവൻ്റെ കാറിൽ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ഒരു വിളിച്ചു ഞാനും പോന്നു, പോവാ, എന്തായാലും വെറുതെ ഇരിക്കണം, വേറെ പണിയൊന്നുമില്ല. ഇതാണ് നമ്മളെ ചിന്ത. ഞാൻ പറഞ്ഞത്, എന്താണോ നമ്മളെ ഇവിടെ നിന്ന് ഇരുത്താൻ പ്രേരിപ്പിച്ചത്, എന്താണോ ഇവിടെ വരാൻ നമ്മളെ പ്രേരിപ്പിച്ചത്, എന്താണോ ഏത് നന്മയും പ്രവർത്തിക്കുമ്പോൾ അത് ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ഉദ്ദേശമായി നമ്മൾ സ്ഥാപിച്ചത്, അതേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അത് സ്വീകരിക്കുള്ളൂ. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. എന്താണോ അമൽ ചെയ്യാൻ നമ്മൾ സ്വരുക്കൂട്ടിയ വിചാരം, മനോവ്യാപാരം, അതേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനം കൊണ്ട് നമുക്ക് നൽകുള്ളൂ. ആളുകളുടെ പ്രശംസയാണോ, ആളുകളുടെ ചോദ്യം ചെയ്യൽ പേടിച്ചിട്ടാണോ, ആളുകൾ നല്ലത് പറയണമെന്ന് മോഹിച്ചിട്ടാണോ, അതേ ഉണ്ടാവുള്ളൂ. അള്ളാഹിൻ്റെ അടുത്തൊന്നും ബാക്കി ഉണ്ടാവില്ല. ബാക്കി എന്താ ഹദീസ്? ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റത്തുഹു ലിദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ആരാണോ അള്ളാഹുലേക്കും റസൂലിലേക്കും, അള്ളാഹുവും റസൂലും നിയമമാക്കി, അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ച് ത്യാഗം സഹിച്ച് അള്ളാഹുവിനും റസൂലിനും വേണ്ടി ഹിജറ പുറപ്പെട്ടത്, അവൻ്റെ ഹിജറ അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ്. ആരാണോ ഒരന്യനാട്ടിലേക്ക് ഹിജറ പോകുമ്പോൾ, യാത്ര പോകുമ്പോൾ അവിടുത്തെ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങളോ, ഇവിടെ ഹിജറയാണ് പരാമർശം, ഹിജറ പോകുന്നതിൻ്റെ പിന്നിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങളോ, അതല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനോ മറ്റോ ഭൗതികമായ തൽപര നേട്ടങ്ങൾക്ക് വേണ്ടി ഹിജറ പോയത്, ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അവൻ എന്തുദ്ദേശിച്ചാണോ ഹിജറ പോയത് അതിലേക്കായിരിക്കും അവൻ്റെ ഹിജറ. അള്ളാഹിൻ്റെ അടുത്ത് അവനൊന്നും ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നീയത്തിനെ നമ്മൾ നന്നായി പരിശോധിക്കണം. ഏത് നന്മ ചെയ്യുമ്പോഴും എന്താണത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, എൻ്റെ നീയത്തിനേക്കാൾ ചികിത്സിച്ച് പരിഹരിക്കാൻ ഞാൻ മെനക്കെട്ട, ത്യാഗം സഹിച്ച, പരിശ്രമിച്ച മറ്റൊരു കാര്യമില്ല എന്നാണ്. നീയത്തിനേക്കാൾ നന്നാക്കാൻ വേണ്ടി പണിയെടുത്ത മറ്റൊരു സംഗതിയില്ല എന്നാണ്. കാരണം നീയത്തിൻ്റെ സ്ഥാനം കൽബാണ്. നീയത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചൊല്ലിപ്പറയലല്ല, നീയത്ത് മനസ്സിൻ്റെ പ്രവർത്തനമാണ്. ആ മനസ്സിന് കടിഞ്ഞാനിടുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമില്ലെങ്കിൽ നമുക്കത് പ്രയാസമായി തീരും. ഖൽബിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നീയത്തിനെ നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അന്നീയതു ഹിയ റഅസുൽ അംർ വഅമൂദുഹു വഅസാസുഹു വഅസ്ലുഹു അല്ലദീ യുബ്നാ അലൈഹി. ഒരു കാര്യം, ഒരു നന്മ, അതിൻ്റെ ശിരസാണ് നീയത്ത്, അതിൻ്റെ നെടുംതൂണാണ് നീയത്ത്, അതിൻ്റെ അടിത്തറയും അതിൻ്റെ അടിസ്ഥാനവുമാണ് നീയത്ത്.
ആ നിയത്തിന്മേലാണ് നിന്റെ ഏതേതു പ്രവർത്തനവും നീ പടുത്തുയർത്തേണ്ടത്, സ്ഥാപിക്കേണ്ടത്, കെട്ടിപ്പടുക്കേണ്ടത്. ഫഇന്നഹ റൂഹുൽ അമൽ. നിയത്ത് എന്നത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ആത്മാവാണ്, കണ്ണാണ്, കാതലാണ്, കാമ്പാണ്. വഖായിദുഹു വസാഇഖുഹു. നിയത്താണ് നമ്മുടെ പ്രവൃത്തിയെ നയിക്കുന്ന നായകൻ. നിയത്താണ് നമ്മെ കൊണ്ട് സഞ്ചരിക്കുന്ന നമ്മുടെ വാഹകൻ. വൽ അമലു താബിഉൻ ലഹാ. അമൽ അതിനെ തുടർന്നാണ് വരുന്നത്. നിയത്താണ് ആദ്യം ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നിയ്യത്താണ് നമ്മുടെ അമലിനെ നയിക്കുന്നത്, നമ്മുടെ അമലിനെ വഹിക്കുന്നത്, നമ്മുടെ അമലിനെ പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ അമലിന്റെ അടിത്തറ, അടിസ്ഥാനം, അതുപോലെ തന്നെ അതിൻ്റെ നെടുന്തൂൺ, അതിൻ്റെ ആത്മാവ് നിയ്യത്താണ്. നിയ്യത്ത് ശരിയായില്ലെങ്കിലോ അമല് വൃഥാവിലാകും, അമല് ബാത്തിലാകും. യസ്ഹു ബിസിഹ്ഹതിഹ. നിയ്യത്ത് നന്നായാൽ അമല് നന്നാവും. വയഫ്സുദു ബിഫസാദിഹ. നിയ്യത്ത് നശിച്ചാൽ, ഫസാദായാൽ അമലും ഫസാദാവും. വബിഹാ യുസ്തജ്ലബു അത്തൗഫീഖ് വബിഅദമിഹാ യഹ്സുലുൽ ഖുദ്ലാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിയ്യത്ത് കൊണ്ടാണ്, നല്ല നിയ്യത്തുണ്ടെങ്കിലാണ് തൗഫീഖ് നമുക്ക് ലഭിക്കുക. നല്ല നിയ്യത്തില്ലെങ്കിലോ, നിയ്യത്ത് കൈമോശം വന്നാലോ, യഹ്സുൽ ഖുദ്ലാൻ, നമുക്ക് തൗഫീഖ് കൈമോശം വരും. അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ലഭിക്കുകയില്ല. വബിഹസബിഹാ തതഫാവതു ദറജാത് ഫിദ്ദുനിയ വൽ ആഖിറ. ഈ നിയ്യത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ് ആളുകളുടെ പദവികൾ, സ്ഥാനങ്ങൾ, ശ്രേഷ്ഠതകൾ ദുനിയാവിലും ആഖിറത്തിലും മാറി മറിയുക. നിയ്യത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ്. ഒരേ നിസ്കാരം നിസ്കരിക്കുന്ന ആൾ, ഒരേ ഇബാദത്ത് ഒരുപോലെ ചെയ്യുന്ന ആൾ, ഒരേ സ്വഫിൽ അണിനിറന്ന് ഒരേ റബ്ബിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾ, അവരുടെ നിസ്കാരത്തിൻ്റെ, അവരുടെ ഇബാദത്തിൻ്റെ കൂലിയുടെ, പദവിയുടെ ഏറ്റക്കുറച്ചിൽ അത് ചിലപ്പോൾ മശ്രിക്കിനും മഗ്രിബിനും ഇടയിലുള്ള വ്യത്യാസം ഉണ്ടാവും, രാവും പകലും ഇടയിലുള്ള വ്യത്യാസം ഉണ്ടാകും. ഒരേ അമൽ ഒരേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നവർക്കിടയിൽ വലിയ ഏറ്റക്കുറച്ചിലാണ്. എന്താണ് കാരണം? ഈ വ്യത്യാസത്തിൻ്റെ കാരണം എന്താണ്? നിയ്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലാണ്. അതുകൊണ്ട് നിയ്യത്ത് എന്നത് റൂഹുൽ അമൽ, നമ്മുടെ അമലിൻ്റെ ആത്മാവാണ്. ഇത് നമ്മളെപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, എന്തു നേട്ടം, എന്തു നേടാൻ, എന്താഗ്രഹിച്ച്, എന്താണ് ഇതിന് പ്രേരകം, ഇത് നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഏതൊരു അമൽ, ഏതൊരു നന്മ ചെയ്യുമ്പോഴും നമ്മളിത് പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങളാണെങ്കിൽ ശരി, നിത്യജീവിതത്തിലെ നമ്മുടെ ഹോബിയാണെങ്കിൽ ശരി, മുൻഗാമികൾ ഉലമാക്കൾ ചിലർ പറഞ്ഞതുപോലെ ആദാതു അഹ്ലിൽ യഖ്ലതി ഇബാദാതുൻ, ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാതുൻ. അങ്ങനെ തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുവർത്തിക്കുന്ന ഉണർവിൻ്റെയും ദീനി ബോധത്തിൻ്റെയും ആളുകൾ, ഇഖ്ലാസും നിയ്യത്തൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ, അവരുടെ ആദത്തുകൾ, അവരുടെ നിത്യജീവിതത്തിലെ പതിവുകൾ ഇതുവരെ ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെ? നല്ല നിയ്യത്തുണ്ടെങ്കിൽ. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുക നമ്മൾ, അല്ലേ? ഭക്ഷണം കഴിക്കൽ വലിയൊരു ജോലിയും പ്രവർത്തനവും യുദ്ധമൊക്കെയാണെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ഈ ഭക്ഷണം അത് കഴിക്കുന്ന വേളയിൽ നല്ല നിയ്യത്തുണ്ടെങ്കിൽ, എന്താണ് ഈ നല്ല നിയ്യത്ത്? ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല നിയ്യത്ത് എന്താ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാൻ, അവന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് വേണ്ടി, ആഖിറത്തിലേക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, എനിക്ക് ആരോഗ്യം ലഭിക്കാൻ, എൻ്റെ ശരീരത്തിൽ ആരോഗ്യം നിലനിർത്താൻ, എനിക്ക് ശക്തിയും ഉന്മേഷവും ഊർജവും ലഭിക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ള നിയ്യത്ത്. ഓരോ സമയം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ സ്ഥാപിച്ചു നോക്കൂ. നമ്മുടെ ആ സ്ഥിരം നടപടിക്രമം തിന്നുക എന്നുള്ള വളരെ ഹോബിയാണ്. അത് നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഉറങ്ങുമ്പോൾ അള്ളാഹുവേ, നിനക്ക് ക്ഷീണമില്ലാതെ, മടിയില്ലാതെ, ഉണർവോടുകൂടി ഇബാദത്ത് ചെയ്യാൻ ഞാനിത് ഉറങ്ങാണ് റബ്ബേ. ബിസ്മില്ലാ, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ. ഇങ്ങനെ ഉറങ്ങിയാൽ ആ ഉറക്കത്തിന് നമുക്ക് കൂലിയാണ്. നമ്മുടെ നടപടിക്രമമായ ഉറക്കത്തിന് കൂലിയാണ്. ജോലി ചെയ്യാൻ പോവാണ്, നമ്മൾ കടലിൽ മീൻ പിടിക്കാൻ പോവാണ്. അങ്ങനെ പല സഹോദരങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹുവേ, നീ ഹലാലാക്കിയ മാർഗത്തിലൂടെ നിന്റെ റിസ്ക് അന്വേഷിച്ച്, ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ഇസ്സത്തോടെ നിന്നെ മാത്രം പേടിച്ച് നിന്റെ ഭൂമിയിൽ നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഇതാ റബ്ബേ, ഞാൻ റിസ്ക് തേടാൻ പോവാണ്, നീ എനിക്ക് എളുപ്പമാക്കി തരണേ.
ആ പോക്കും വരവൊക്കെ ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ നിത്യജീവിതത്തിലെ നമ്മുടെ നിത്യസംഭവങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, പതിവുകൾ നല്ല നീയത്തുണ്ടെങ്കിൽ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ ബോധമുള്ള അഹ്ലുൽ യഖ്ളത്തായി മാറണം, ദീനി ബോധമുള്ളവരായി നമ്മൾ മാറണം. എന്നാൽ നേരെ തിരിച്ച് ഈ ശ്രദ്ധയും ബോധമൊന്നും ഇല്ലാത്ത ആളുകളുടെ ഇബാദത്തുകൾ ഒരു കൂലി ലഭിക്കാത്ത വെറും നടപടിക്രമങ്ങളും ചേലുമായി അധപ്പതിക്കുന്ന അവസ്ഥയുണ്ടാവും. നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, സ്വതക്ക കൊടുക്കുന്നുണ്ടാകും, വലിയ വലിയ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നീയത്ത്, നല്ല നീയത്ത്, ഉദ്ദേശശുദ്ധി അവൻ്റെ മനസ്സിലുണ്ടാവില്ല. എന്ത് സംഭവിക്കും? ഒരു കൂലിയും ലഭിക്കാത്ത പാഴ്വേലകളായി അത് അധപ്പതിക്കുന്ന അവസ്ഥ ഉണ്ടാവും. സംഭവിക്കൂലേ? എന്താണ് വ്യത്യാസം? ഈ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം അവിടെ, അതിനാധാര മാനദണ്ഡം എന്താണ്? നീയത്താണ്. നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനമാകുന്ന നീയത്താണ്. അപ്പം നീയത്തിനേക്കാൾ നന്നാക്കാൻ പണിയെടുക്കേണ്ടെന്ന് മറ്റേതെങ്കിലും പണിയുണ്ടോ? മെനക്കെടേണ്ടുന്ന അതാണ് മുൻഗാമികൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം നീയത്ത് കേടുവരിക, നീയത്ത് കൈമോശം വരിക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ്. നാലാമത്തെ കാര്യം ഫസാദുൽ ഖൽബ്, നമ്മുടെ ഹൃദയം, ഖൽബ് കേടാവുക എന്നുള്ളത്. ഫയമുഅ്സിറ ദുനിയ അല ദീനി ഇന്നമാ അല ഖൽബി ഖറാനുല്ലദി ഖദ് തഹക്കമ. ദുനിയാവിൽ അഭിരമിക്കുന്ന, ദുനിയാവിൽ സ്വാധീനിക്കപ്പെട്ട, ദീനിനേക്കാൾ ദുനിയാവിന് മുൻഗണന നൽകുന്നവനെ, നിന്റെ കൽബിൽ പതിക്കപ്പെട്ട സീല്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹിദായത്തിൻ്റെ പ്രകാശം നിന്റെ കൽബിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നിന്റെ കൽബ് അടഞ്ഞുപോയ അവസ്ഥ, അതിന് കാരണം, നിന്റെ കൽബ് കേടുവരാനുള്ള കാരണം ദുനിയാവിൻ്റെ സ്വാധീനമാണ് എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞു വച്ചു. അപ്പൊ കൽബ് കേടാവുക, കൽബിൽ ദീനും ഈമാനും ഇസ്ലാമും പ്രവേശിക്കാതിരിക്കുക, നന്മകൾ നന്മയായി തോന്നാതിരിക്കുക, തിന്മകൾ ഭംഗിയുള്ളതായി തോന്നുക, അള്ളാഹു വിലക്കിയ ഹറാമുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നുക, കുഫ്റും നിഫാഖും ഷിർക്കും അതുകൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കുക, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ഹറാമുകൾ പ്രവർത്തിക്കുന്നതിനോട് യാതൊരു വെറുപ്പോ നീരസമോ ഇല്ലാതിരിക്കുക. അതിന് സാക്ഷ്യം വഹിക്കാൻ ഇടയായാൽ, അത് കൺമുമ്പിൽ നടന്നാൽ, അത് വീടിനകത്ത് നടന്നാൽ ഒന്ന് ശബ്ദിക്കാൻ പോലുമുള്ള ത്രാണിയില്ലാതിരിക്കുക, മനസ്സ് കല്ലായി പോകുക. ഈ അവസ്ഥ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാത്തതിൻ്റെ കാരണമാണ്. കൽബ് കേടാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, കൽബ് കേടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, കൽബിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ഏറ്റവും വലുത് ശിർക്കാണ്, കുഫറാണ്, നിഫാഖാണ്, അഹങ്കാരം, താൻ പോരിമ, അസൂയ, വിദ്വേഷം, പക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയമില്ലാത്ത അവസ്ഥ, അവനിൽ പ്രതീക്ഷയില്ലാത്ത അവസ്ഥ, അവനെ തവക്കുലാക്കാത്ത, ബരമേൽപ്പിക്കാത്ത ഹൃദയം, തിന്മകൾ സംഭവിക്കുമ്പോൾ അവനിലേക്ക് മടങ്ങാത്ത കൽബ്, ഇതൊക്കെ കൽബിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. മൊത്തത്തിൽ കൽബിനെ ബാധിക്കുന്ന ഈ രോഗങ്ങളെ രണ്ട് രൂപത്തിൽ നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ഉലമാക്കൾ പറഞ്ഞതുപോലെ കൽബ് കേടുവരുന്നത് പൊതുവായി രണ്ട് രൂപത്തിലായിരിക്കും. ഒന്ന് ശുബ്ഹാത്തുകൾ കൊണ്ടാണ്. എന്താണ് ശുബ്ഹാത്തുകൾ എന്ന് പറഞ്ഞാൽ? ദീനിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, അനാവശ്യമായ സംശയങ്ങൾ, ഇതുകൊണ്ട് കൽബ് കേടാവും. അപ്പം എന്താവും? ശിർക്ക് തൗഹീദായും തൗഹീദ് ശിർക്കായും തോന്നും, ബിദഅത്ത് സുന്നത്തായും സുന്നത്ത് ബിദഅത്തായും തോന്നും, ഹക്ക് ബാത്തിലായും ബാത്തിൽ ഹക്കായും തോന്നും. ഈ ശുബ്ഹത്തിന്റെ, ദീനിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളുടെ ഫിത്നകൾ, അതുണ്ടാകാനുള്ള കാരണം എന്താണ്? അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? ദീന് ശരിയായി പഠിക്കാത്തതാണ് അതിൻ്റെ കാരണം. അതിനുള്ള പരിഹാരം എന്താണ്? ശരിയായ ദീൻ ശരിയായ സോഴ്സിൽ നിന്ന്, ഉറവിടത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതു പ്രകാരം സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത്, താബിഈങ്ങൾ മനസ്സിലാക്കിയതുപോലെ അത് പറയാൻ യോഗ്യരായ അർഹരായ ആളുകളിൽ നിന്ന് കേട്ടു പഠിച്ച് പ്രാവർത്തികമാക്കുക എന്നതാണ് ദീനിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, ശുബ്ഹത്തുകൾ, ഈ ഫിത്ന നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള പരിഹാരം. മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ, വെള്ളയും ഉടുത്ത് തലയെക്കെട്ടും കെട്ടി താടി നീട്ടി സംസാരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ദീൻ കേൾക്കാൻ കാതും തുറന്നു വെച്ച് കൽബും പണയം വെച്ച് ചെന്നിരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹും സലാമത്തുള്ള അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ നമുക്ക് പറഞ്ഞു തരുന്ന ആ നന്മയിലേക്ക് നമ്മെ നയിക്കുന്ന, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരിലേക്ക്, ഉലമാക്കളിലേക്ക് നമ്മെ വഴി നടത്തുന്ന ദീൻ, ശരിയായ ദീൻ നമ്മെ കേൾപ്പിക്കുന്ന, നമുക്ക് പറഞ്ഞു തരുന്നവരിൽ നമ്മൾ കേൾക്കണം, അവരിൽ നമ്മൾ പഠിക്കണം. അതാണ് ദീനിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, ശുബഹത്തിന്റെ ഫിത്നകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം, രണ്ടാമത്തെ ഫിത്ന എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ അവസ്ഥ, കൽബ് കേടുവരുന്ന അവസ്ഥ ഷഹ്വത്തിന്റെ ഫിത്നയാണ്. ഷഹ്വത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഹറാമായ കാര്യങ്ങളോടുള്ള ഇഷ്ടം. ഒരു കാര്യം നമുക്ക് ഹറാമാണെന്നറിയാം, ഹറാമാണെന്നറിഞ്ഞിട്ടും പലിശ ഹറാമാണെന്നറിയാം, അറിഞ്ഞിട്ടും ലോൺ എടുക്കും, അറിഞ്ഞിട്ടും പലിശക്ക് പൈസ വാങ്ങും. ഹറാമാണെന്നറിയാം എന്നിട്ടും സംഗീതം കേൾക്കും. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ ഹറാമാണെന്നറിയാം, എന്നാലിപ്പോൾ ആരാ ചെയ്യാത്തത്? എന്നിട്ടും നമ്മൾ അങ്ങനെ വസ്ത്രധാരണം നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, അത് ഹറാമാണെന്നറിഞ്ഞിട്ടും പ്രവർത്തിക്കുക. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ, വാജിബായ കാര്യങ്ങൾ വാജിബാണെന്ന് അറിഞ്ഞിട്ടും ഒഴിവാക്കുക. പണ്ഡിതന്മാർ ചില പറഞ്ഞു, ഇതാണ് ശഹ്വത്തിന്റെ ഫിത്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലായ മാർഗത്തിൽ നമ്മുടെ ശഹ്വത്തുകൾ പൂർത്തീകരിക്കാനുള്ള മാർഗവും സംവിധാനവും ദീനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ലൈംഗികമായ ആവശ്യം വിവാഹത്തിലൂടെ പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കിയിട്ടുണ്ട്. ഹറാമായ മാർഗത്തിലൂടെ നിറവേറ്റുക. ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാൻ, കുടുംബത്തിന് അന്നം നൽകാൻ അല്ലാഹു നമുക്ക് നിയമമാക്കിയിട്ടുണ്ട്. ഹറാമായ വളഞ്ഞ വഴിയിലൂടെ അത് സമ്പാദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിൻ്റെയും കാതിൻ്റെയും അതുപോലെ തന്നെ കൽബിൻ്റെയും ശഹ്വത്തുകൾക്ക് ദീനിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണം വകഞ്ഞുമാറ്റി ആ കെട്ടുപൊട്ടിച്ച് പരിധി വിട്ട് ചാടുക. ഇതൊക്കെ ശഹ്വത്തിൻ്റെ ഫിത്നകളിലൂടെ, ശഹ്വത്തിൻ്റെ ഫിത്നകൾ നമ്മളിലേക്ക് വരുന്ന മാർഗങ്ങളാണ്. ഇതും നമ്മുടെ കൽബിനെ കേടുവരുത്തും. ഇതിനെ പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? ശഹ്വത്തിൻ്റെ ഫിത്നകൾ പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? അള്ളാഹുവിനെ തഖ്വ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിനോടുള്ള ദുആഉം തഖ്വയും, ഇതാണ് അതിനുള്ള പ്രധാനപ്പെട്ട മാർഗം. നേരത്തെ പറഞ്ഞ ശുബഹത്തിൻ്റെ ഫിത്ന പരിഹരിക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ ശരിക്കും പഠിച്ചു പ്രവർത്തിച്ചാൽ മതി. ഈ ശഹ്വത്തിൻ്റെ ഫിത്ന ദീൻ പഠിച്ച ആളുകൾക്കും ബാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇൽമുള്ള ആളുകൾക്കും അറിവുള്ള ആളുകൾക്കും ശഹ്വത്തിൻ്റെ ഫിത്ന ബാധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ദുആഉം തഖ്വയുമാണ് ശഹ്വത്തിന്റെ ഫിത്നകളിൽ നിന്ന് സുരക്ഷിതമാകാനുള്ള മാർഗം. മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ, ലൗ കാന മിൻ ദൂനി തുഖാ ശറഫു ലകാന അഫ്ളലു ഖൽഖില്ലാഹി ഇബ്ലീസു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്തുകൊണ്ട് ദീൻ അനുവർത്തിക്കുക, അമൽ ചെയ്യുക എന്നതിനൊരു ശ്രേഷ്ഠതയില്ലായിരുന്നുവെങ്കിൽ, തഖ്വക്ക് ദീനിൽ യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നുവെങ്കിൽ, കേവലം അറിവ് മാത്രം മതി, കുറെ വിവരം ഉണ്ടായാൽ മതി എന്നതു മാത്രമാണ് ദീനിലെ ഉന്നത പദവിയും ശ്രേഷ്ഠതയും നേടിത്തരുന്നതെങ്കിൽ, അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ പടപ്പ്, ഏറ്റവും പോരിശയും ഷറഫുമുള്ള ആൾ ആരായി മാറുമായിരുന്നു? ലക്കാന അഫ്ളലു ഖൽഖില്ലാഹി ഇബ്ലീസു. സാക്ഷാൽ ഇബ്ലീസ് അവനാകുമായിരുന്നു അള്ളാന്റെ പടപ്പുകൾ. ഇൽമില്ലാഞ്ഞിട്ടായിരുന്നു, വിവരക്കുറവുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ആലിമ്യങ്ങളെക്കാൾ വിവരമുണ്ടായിരുന്നു ഇബ്ലീസിന്, ഇല്ലേ? എന്നാൽ ഇബ്ലീസ് പഴിച്ചു പോയത് എന്തുകൊണ്ടാണ്? ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യാതെ, തഖ്വ ചെയ്യാതെ ജീവിച്ചതുകൊണ്ടാണ്. ഇൽമിന്റെ കുറവുകൊണ്ടല്ല. ഇബ്ലീസിനെ അലട്ടിയത് ശഹ്വത്തും അവന്റെ അഹന്തയും താൻ പോരിമയുമായിരുന്നു. നാം അപ്പൊ കൽബ് കേടാവുന്ന ശുബഹത്തിന്റെയും ശഹ്വത്തിന്റെയും അവസ്ഥകൾ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കാനുള്ള കാരണമാണ്. അള്ളാഹു യഹൂദികളെ പറ്റി പറഞ്ഞു, ഫലമ്മ സാഗു അസാഗ അല്ലാഹു ഖുലൂബഹും. അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിയപ്പോൾ, തിന്മകളും ഹറാമുകളും അള്ളാഹു വിലക്കിയ കാര്യങ്ങളും പ്രവർത്തിച്ചപ്പോൾ, അസാഗ അല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ കൽബുകളെ തെറ്റിച്ചു കളഞ്ഞു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അങ്ങനെയുള്ള ഫാസിഖുകളെ അള്ളാഹു ഹിദായത്തിലാക്കില്ല, അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുകയില്ല. അപ്പൊ യഹൂദർ പിഴച്ചു പോകാനുള്ള കാരണം അവരെ കൽബ് ഫസാദിലായി, ശുബഹത്തിന്റെയും ശഹ്വത്തിന്റെയും ഫിത്നകൾ പേറി തിന്മകൾ പ്രവർത്തിച്ചു. അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകിയില്ല. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്ദിതയിലാക്കി, ഹിദായത്തിൽ നിന്ന് അള്ളാഹു അകറ്റിക്കളഞ്ഞു. അള്ളാഹു മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു,
ശുബ്ഹത്തുകളിൽ നിന്നും ശഹവത്തുകളിൽ നിന്നും തങ്ങളുടെ ഈമാനിനെയും ഖൽബിനെയും സംരക്ഷിച്ച മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു. അഹ്സാബ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിശേഷിപ്പിച്ചു. വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ്, മുഅ്മിനീങ്ങൾ ആ സഖ്യകക്ഷികളെ കണ്ടപ്പോൾ, ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ തങ്ങൾക്കെതിരെ സൈനിക നടപടി സ്വീകരിച്ചു കൊണ്ടുവന്ന സഖ്യകക്ഷികളെ കണ്ടപ്പോൾ ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, മുഅ്മിനീങ്ങൾ എന്താ പറഞ്ഞത്? ഇത് അല്ലാഹും അവന്റെ റസൂലും വാഗ്ദാനം നൽകിയതാണ്, അല്ലാഹും അവന്റെ റസൂലും അറിയിച്ചതാണ്, ഇവർക്കെതിരെ അല്ലാഹു നമുക്ക് വിജയം നൽകുന്നതാണ്. വസദഖ അല്ലാഹു വറസൂലുഹു, അല്ലാഹും അവന്റെ റസൂലും സത്യം പറഞ്ഞിരിക്കുന്നു. വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ, അവർക്ക് അല്ലാഹു അതിലൂടെ ഈമാനും അല്ലാഹുവിന് കീഴൊതുങ്ങുന്ന അവസ്ഥയുമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതെന്താണ്? തൗഫീഖാണ്. മുഅ്മിനീങ്ങൾ ശുബ്ഹത്തിന്റെയും ശഹവത്തിന്റെയും ഫിത്നകളിൽ നിന്ന് സുരക്ഷിതരായ മുഅ്മിനീങ്ങൾ, അവർക്ക് അല്ലാഹു ഈമാനും ഇസ്ലാമും വർദ്ധിപ്പിച്ചു കൊടുക്കും. അതാണ് തൗഫീഖ്. ഇത് നഷ്ടപ്പെടുന്നവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നഷ്ടപ്പെടും. അവർ തിന്മകളും ശഹവത്തും ശുബ്ഹത്തും അതിനടിമപ്പെട്ട് ജീവിച്ചവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അഞ്ചാമത്തെ കാര്യം അൽയഅ്സു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശയിലാകുക എന്നുള്ളതാണ്. അൽയഅ്സു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് നിരാശയിലാകുന്നവൻ അവൻ കുഫ്റിലേക്കാണ് സഞ്ചരിക്കുക. അവൻ വഴിയെ വഴിയെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയിലേക്കെത്തും. മഹാനായ അൽ ഇമാം അബൂ ജഅഫർ അത്ത്-തഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വൽ അംനു വൽ യഅ്സു യൻഖുലാനി മിൻ മില്ലത്തിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയിലാവുക. അല്ലാഹ് എനിക്ക് പുറത്തില്ല, ഞാൻ നശിച്ചു, എനിക്ക് നരകം ഉറപ്പാണ്, ഞാൻ ഇനി എന്ത് തലകുത്തി വന്നിട്ടും കാലം ഞാൻ നന്നാവാൻ പോണില്ല, ഞാൻ നശിച്ചത് തന്നെ എന്ന അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ പറ്റിയോ അവൻ്റെ കാരുണ്യത്തെ പറ്റിയോ ഒരാൾ നിരാശയിലാവുക. അതല്ലെങ്കിൽ നേരെ തിരിച്ച് എന്ത് പ്രവർത്തിച്ചാൽ ഞാൻ കഴിച്ചിലാവും, എനിക്ക് സ്വർഗം കിട്ടിയില്ല, പിന്നെ ആർക്കാണ് കിട്ടുക? അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് ഒരു പേടിയില്ലാതെ നിർഭയത്വത്തിൽ തോന്നിവാസത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഇവർ രണ്ടു കൂട്ടരും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തു പോകുന്ന അവസ്ഥയിലേക്കെത്തും. അൽ അംനു മിൻ മക്രില്ലാഹ് വൽ യഅ്സു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള നിർഭയത്വവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ടുള്ള നിരാശയും ആളുകളെ വഴി ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ദുരന്തമായി മാറും. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാൽ ഒരു മുഅ്മിൻ ഫൽ മുഅ്മിൻ മൂഖിനുൻ ബിസിഫാത്തില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. വയൂഖിനു അന്നഹു റഹ്മാനുർ റഹീം, ഒരു മുഅ്മിൻ അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, അവൻ കാരുണ്യത്തിന്റെ ഉറവിടമാണ്, സ്രോതസ്സാണ്, കേദാരമാണ്, അവൻ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകം കരുണ ചെയ്യുന്നവനാണ്. അള്ളാഹു ഒരാളോട് ദുൽമ പ്രവർത്തിക്കുകയില്ല, അവനോട് പാപമോചനം തേടുന്ന, അവനോട് തൗബ ചെയ്യുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. ഫകൈഫ യയഅസു മിൻ റഹ്മതി, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ് എന്നറിയുന്ന ഒരു മുഅ്മിൻ, ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് എങ്ങനെ നിരാശനാവും? വഖദ് അലിമ അന്ന അല്ലാഹ അദ്ഖറ ഇൻദഹു 99 റഹ്മ ലിയൗമിൽ ഖിയാമ വഅൻജല റഹ്മതൻ വസ്സഅഹ അലൽ ഖൽഖ് ഫബിഹാ തതറാഹമുൽ ഖലായിക് വബിഹാ തർഫഉ ദാബതു ഹാഫിറഹ അൻ വലദിഹാ ഫകൈഫ യയഅസു മിൻ ഹാദിഹി റഹ്മത്തിൽ വാസിഅ. അതുപോലെ തന്നെ ഒരു മുഅ്മിൻ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ ഹദീസിൽ വന്നതുപോലെ അവൻ്റെ റഹ്മത്തിനെ അവൻ 100 ഭാഗിച്ചു. ആ 100ൽ 99 അവൻ അവൻ്റെ സന്നിധിയിൽ അടക്കി വെച്ചു. ഖിയാമത്ത് നാളിൽ അവൻ്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് പകുത്തു നൽകാൻ 100ൽ ഒരംശം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കിയത്. അവൻ്റെ കാരുണ്യത്തിൻ്റെ 100ൽ 1 മാത്രം, അവൻ്റെ കാരുണ്യത്തിൻ്റെ 100ൽ 1 ഭാഗമാണ് സൃഷ്ടികൾ തമ്മിൽ പരസ്പരം കാണിക്കുന്ന കാരുണ്യം. ആ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഒരു മൃഗം അതതിൻ്റെ കുഞ്ഞിൻ്റെ മൃദുലമായ ശരീരത്തിൽ ആ കുഞ്ഞ് പിറന്നു വീണാൽ തൻ്റെ കുളമ്പ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ ആ മൃഗം കാലകറ്റി പിടിക്കും, ഇല്ലേ? ആടും മാടൊക്കെ പിറന്നു വീണ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൻ്റെ പരുപരുത്ത ആ കാഠിന്യമേറിയ കുളമ്പ് തട്ടാതിരിക്കും കാല് പൊക്കി പിടിക്കും. അത് പാല് കുടിക്കാൻ വരുമ്പോൾ അതിൻ്റെ ചർമ്മത്തിൽ തട്ടി അതിന് വേദനയാകാതിരിക്കാൻ. ആ കാരുണ്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ഈ കാരുണ്യം പോലും തള്ളക്കോഴി
തൻ്റെ കുഞ്ഞുങ്ങളെ പരിന്ത് റാഞ്ചാൻ വരുമ്പോൾ അതിൻ്റെ ചിറകൊരു കുട പോലെ വിരിച്ച് തൻ്റെ ചിറകിനടിയിൽ ആ കുഞ്ഞുങ്ങളെ, കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും, മറച്ചു പിടിക്കും. ആ കാരുണ്യത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിറന്നു വീണ കുഞ്ഞിനെ മാറോടണച്ച് പാൽ നുകരുന്ന, പാൽ പകർന്നു നൽകുന്ന തൻ്റെ ഉമ്മ, അമ്മാന്റെ കാരുണ്യം, കുട്ടിയോടുള്ള കാരുണ്യം ഒന്ന് ചിന്തിച്ചു. ഈ കാരുണ്യമെല്ലാം, നമ്മൾ തമ്മിൽ പരസ്പരമുള്ള കാരുണ്യമെല്ലാം അള്ളാഹുവിൻ്റെ 100-1 കാരുണ്യത്തിൻ്റെ അംശങ്ങളാണ്. ബാക്കി 99 എവിടെയാണ് അള്ളാഹു എടുത്തു വച്ചിട്ടുള്ളത്? പരലോകത്തും. മുഅ്മിനീങ്ങൾക്ക് നൽകാൻ അവൻ അവൻ്റെ സന്നിധിയിൽ അത് ഒതുക്കി വെച്ചിരിക്കുന്നു. ഇതവൻ നൽകുന്നതാണ്. ഇങ്ങനെയുള്ള കാരുണ്യത്തിൻ്റെ ഉറവിടമായ റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ വിശാലമായ കാരുണ്യത്തിൽ നിന്ന് നമ്മളെങ്ങനെ നിരാശയിലാവും? ഇതാണ് ഒരു മുഅ്മിനിൻ്റെ വിശ്വാസം. ഈ കാരുണ്യത്തെ തൊട്ട് നിരാശയിലാകുന്നവൻ അള്ളാഹുവിൻ്റെ തൗഫീഖിൽ നിന്നകുന്നവനാണ്. അള്ളാഹു അർഹമുർ റഹീമീൻ, അവൻ കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. നമ്മോട് സൃഷ്ടികളിൽ ഏറ്റവും കരുണ, നമ്മുടെ ഉമ്മയാകട്ടെ, നമ്മുടെ ഉപ്പയാകട്ടെ, നമ്മുടെ സഹധർമ്മിണിയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മോട് ഈ ദുനിയാവിൽ കാരുണ്യം ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യവാൻ, അവന്റെ കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യവും താരതമ്യം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം എവിടെയാണ്? അവൻ അർഹമുർ റഹീമീനാണ്. അവൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്. അവൻ കാരുണ്യത്തിന്റെ ഉറവിടമാണ്. ഈ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരാൾ എങ്ങനെ നിരാശയാകും? ഫൽയഅസു മിൻ റഹ്മത്തില്ലാഹി വൽ ഇൽഖാഉ ബിൽ യദി യഅസം മിനൽ ഫറജ് ഹുവ മിനൽ കുഫ്രി വൽ ഇയാദു ബില്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ വിശാലമായ കാരുണ്യത്തെ തൊട്ട് നിരാശനാകുന്നവൻ, പ്രയാസവും പ്രതിസന്ധിയും ദുനിയാവിലെ ഞെരുക്കവും ഇടുക്കവും വരുമ്പോ അള്ളാഹുൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ആത്മഹത്യാ മുനമ്പിലേക്ക് പോകുന്നവൻ, ചിന്തിക്കുന്നവൻ, അത് പ്രവർത്തിക്കുന്നവൻ, അവൻ കുഫറിലേക്കാണ് സഞ്ചരിക്കുക. അവൻ ദീനിൽ നിന്നാണ് പുറത്തു പോകുക. വൽ ഇയാദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നവരാരാണ്? അള്ളാഹു ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ ദീനിനെ ഉപേക്ഷിക്കുന്ന കാഫിറുകൾ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അധികാരികൾ, അവരാണ് അള്ളാഹിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയിലാകുക. മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയാകുകയില്ല. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴത്തേക്ക് ഒരു തുണ്ട് കയറിൽ അവർ ജീവൻ ഒടുക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരീക്ഷണമാകുന്ന ജീവിതത്തെ ദുനിയാവിൽ എന്തെങ്കിലും പ്രതിസന്ധികളിൽ കാലിടുമ്പോൾ സ്വയം അവരെ നശിപ്പിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് അവരെ നിരാശരാവുകയില്ല. അത് സംഭവിക്കുന്നുവെങ്കിൽ അവന്റെ ഈമാനിനാണ് പ്രശ്നം. അവൻ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു അറാബിയോട് ചോദിച്ചു, മാ സ്വനഅതുക്, എന്താണ് നിന്റെ പണി, എന്താണ് നിന്റെ പണി എന്ന് ചോദിച്ചപ്പോൾ അറാബി പറഞ്ഞു, ഹുസ്നുൽ ളന്നി ബില്ലാഹ് വസൂഉൽ ളന്നി ബിന്നാസ്. അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിച്ച് ജീവിക്കുക, എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷയിൽ മരണം വരെ ജീവിക്കുക. ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ ജനങ്ങൾ എന്നെ ഒന്നും എനിക്കൊരു ഉപകാരവും ചെയ്യില്ല, ഉപദ്രവവും ചെയ്യില്ല. ജനങ്ങളിൽ പ്രതീക്ഷ കൈവിട്ട് അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുക, ഇതാണ് എൻ്റെ പണി. ഒരു അറാബിയുടെ മറുപടിയാണ്. എന്താണ് നിന്റെ ജീവിത ലക്ഷ്യം, എന്താണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് ചോദിച്ചപ്പോൾ ആ അറാബി മറുപടി പറഞ്ഞു, അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കുക, അള്ളാഹിൻ്റെ പടപ്പുകളിൽ പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക. അത് ഭാര്യയും ഭർത്താവൊക്കെ പരസ്പരം ഉപദേശിക്കേണ്ട പ്രധാനപ്പെട്ട പാടാണ്. നല്ല അടുപ്പവും സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആ സ്നേഹത്തിൻ്റെ ആഴക്കയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സംസാരിക്കും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, സെൻറ്റിമെൻസൊക്കെ വരുമല്ലോ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും, ഇത് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ബേജാറടിച്ച് ഡിപ്രഷനിലായി, ആങ്സൈറ്റിയിലായി, ഇങ്ങനെ സംസാരങ്ങളുണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, കുടുംബക്കാർക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ. നമ്മൾ ആ സംസാരത്തിന് പഴുതു കൊടുക്കരുത്. ഞാൻ മരിച്ചാലെന്ത്, നീ മരിച്ചാലെന്ത്, ഈ ദുനിയാവിൽ ആര് മരിച്ചാലെന്ത്, ഒരിക്കലും മരിക്കാത്ത റബ്ബുണ്ടാവില്ല നിന്റെ കൂടെ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ വഹുവ മഅകും ഐനമാ കുൻതും. നീ എവിടെയായിരുന്നാലും എന്ത് നിനക്ക് നഷ്ടപ്പെട്ടാലും എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബുണ്ട് നിന്നോടൊപ്പം.
ഈ തവക്കുലും ഈമാനും ഉറപ്പും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരവുമാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കും ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഓതി കൊടുക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് അഞ്ചാമത്തെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയിലാവാതിരിക്കുക. അങ്ങനെ നിരാശ സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് അത് നമുക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണമാണത്. ആറാമത്തെ കാര്യം മുഖാലഫത്തുൽ കിതാബി വസുന്ന, കിതാബിനോടും സുന്നത്തിനോടും എതിരിട്ട് നിൽക്കുക. ഖുർആനിനോടും സുന്നത്തിനോടും എതിരിട്ട് നിൽക്കുക. പണ്ഡിതന്മാർ പറയുന്നു, ഇന്ന മുഖാലഫത്തിൽ കിതാബി വസുന്നത്തി ബാബു മിൻ അബ്വാബി സൈഖി വൽ ഹലാക്. ഒരാൾ അള്ളാഹുവിൻ്റെ ഖുർആനിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടും എതിരിട്ടാൽ അത് അവൻ്റെ വഴികേടിൻ്റെയും നാശത്തിൻ്റെയും വാതിൽ തുറക്കലാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വിഷയത്തിൽ പ്രസിദ്ധമായ ഒരു അസറുണ്ട്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യവും ഞാൻ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അള്ളാന്റെ റസൂൽ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ഒരു കാര്യവും ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ചിട്ടില്ല. ഇന്നി അഖ്ഷ ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി അൻ അസീർ. കാരണം അള്ളാന്റെ റസൂൽ ചെയ്ത ഒരു കാര്യം അതിലൊന്ന് ഞാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ വഴികേടിലാകും എന്ന് ഞാൻ ഭയക്കുന്നു. ഞാൻ അള്ളാന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോകും, ഞാൻ നാശത്തിലാകും എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ കൽപ്പിച്ച ഒരു കാര്യവും ഞാൻ പ്രവർത്തിക്കാതെ വിട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബത്താ റഹിമഹുല്ല അദ്ദേഹം പറയാണ്, യാ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ, അസ്സിദ്ദീഖുൽ അക്ബർ യതഖവ്വഫു അലാ നഫ്സിഹി അസ്സൈഖ് ഇൻ ഹുവ ഖാലഫ ശൈഅൻ മിൻ അംരി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ പടപ്പുകളിലെ ഏറ്റവും ശ്രേഷ്ഠനായ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒന്നാമനായ സഹാബി അസ്സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വന്തം നഫ്സിൽ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനോട് എതിരിട്ടാൽ നശിക്കുമോ, വഴികേടിലാകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. فماذا عسى أن يكون من زمان أضحى أهله يستهزئون بنبيهم وبأوامره ويتباهون بمخالفته ويسخرون بسنته. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നബിയെയും അവിടുത്തെ കൽപ്പനയെയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്തിനെയും കാറ്റിൽ പറത്തുന്ന, ദുനിയാവിന് വേണ്ടി അതിനെ ബലി കഴിപ്പിക്കുന്ന, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെയും ദീനിനെയും പരിഹസിക്കുന്ന, അള്ളാന്റെ റസൂലിനെ ധിക്കരിക്കാൻ വേണ്ടി മത്സരം കാണിക്കുന്ന ഇക്കാലഘട്ടത്തിലെ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം അന്ന് ചോദിക്കുകയാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നിങ്ങനെ പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചോദിച്ചു നോക്ക്, നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആളുകൾക്ക് അറിയില്ല. വേഷത്തിൽ, കോലത്തിൽ, നടത്തത്തിൽ, ഇരുത്തത്തിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കുടിക്കണമെന്ന ഇസ്ലാമിന്റെ ടേബിൾ മാനേഴ്സ് പോലെ ആളുകൾക്ക് അറിയില്ല. വലത്തെ കൈ കൊണ്ട് തിന്നും, എന്നാലേ ആളുകൾ ഇടത്ത കൈ കൊണ്ട് കുടിക്കുള്ളൂ എന്നുള്ള വാശിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏതെങ്കിലും ഒരു ഭൗതികൻ, ഏതെങ്കിലും ഒരു കളിപ്രാന്തൻ, ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ എന്തെങ്കിലും പേക്കോലം കെട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത നിമിഷം പ്രാക്ടിക്കലാക്കാൻ, അവൻ അനുകരിക്കാൻ മാലോകര് മുഴുവൻ ഉണ്ടാവും. മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരുണ്ടാവും മുൻപന്തിയിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നെഞ്ചിലേറ്റാൻ, അതിനെ പകർത്തിവെക്കാൻ, അള്ളാഹിന്റെ റസൂലിനെ റോൾ മോഡലാക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ വീരഗാഥകൾ നമ്മുടെ മക്കളുടെ കാതുകളിൽ ഓതിക്കൊടുക്കാൻ പൈസക്കാരുടെയും കായിക താരങ്ങളുടെയും സിനിമാ താരങ്ങളുടെയും കഥകളും വാർത്തകളും വൃത്താന്തങ്ങളും അവരുടെ ആസ്തിയും അവർ ധരിച്ച പുതിയ ബ്രാൻഡും അവരുടെ പുതിയ വാഹനം, ഇതൊക്കെ നമ്മുടെ ചർച്ചാ വിഷയം. അല്ലെങ്കിൽ അവർ കെട്ടിപ്പടുത്ത ധവള കൊട്ടാരങ്ങളെ പറ്റിയും മണിമാണികളെ പറ്റിയും ഇതാണ് നമ്മൾ ചർച്ചാ വിഷയം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച സഹാബത്തിന്റെയും സലഫുകളുടെയും കഥകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. നമ്മൾ കുട്ടികളെ അവരുടെ ദുആകളിൽ വരെ ശീലിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ദുആകളിൽ നമ്മൾ ശീലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്.
ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ആദ്യം എന്നോട് ചോദിക്കട്ടെ, തുടർന്ന് നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ദുആകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരിക്കും? നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച അസ്റിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയം, മഗ്രിബിനോട് അടുത്ത സമയം, വെള്ളിയാഴ്ച ദിവസത്തിലെ അവസാന സമയം ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. പലരും ദുആ ചെയ്തിട്ടുണ്ടാകും. എന്തായിരിക്കും നമ്മൾ ചോദിച്ചിട്ടുണ്ടാവുക? നാം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. സഹോദരങ്ങളെ, ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാവുന്ന സമയങ്ങളിൽ വരെ, റമദാനിലെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവിൽ വരെ നമ്മുടെ ദുആകളിലും തേട്ടങ്ങളിലും ചോദ്യങ്ങളിലും സ്ഥാനം പിടിക്കുന്ന എന്തായിരിക്കും? ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറ്റി തന്നെ റബ്ബേ, ദുനിയാവ് ഉഷാറാക്കണേ, പരലോകത്തേക്ക് വേണ്ടി സ്വർഗത്തിൽ വീട് പണിയാൻ, സ്വർഗത്തിൽ സുഖത്തിൽ ജീവിക്കാൻ, ഇവിടുത്തെ സുഖങ്ങളും ഇവിടുത്തെ പ്രതിസന്ധികളും, ഇതായിരിക്കും നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ദുആകളിൽ വരെ നമ്മൾ ദുആയിൽ പാലിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട അദബ് ഞാൻ സാന്ദർഭികമായി പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയാമെന്ന് മാത്രമാണ്, വിഷയത്തിൽ നിന്ന് തെന്നിമാറി. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുനിയാവിന് വേണ്ടി ചോദിച്ചത് എന്താണ്? അവിടുന്ന് ദുനിയാവിൽ ജീവിച്ചിരിക്കുക അള്ളാഹുവിനോട് കൂടുതലായി ചോദിച്ചത് എന്താണ്? നമ്മൾ കൂടുതലായി ചോദിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യങ്ങളായിരിക്കും. നമ്മൾ കൂടുതലായി ചോദിക്കുന്ന ദുനിയാവിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ എന്താ ചോദിച്ചത്? അല്ലാഹുമ്മ ജഅൽ റിസ്ക ആലി മുഹമ്മദിൻ ഖൂത. ഇതാണ് ദുനിയാവിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം. അള്ളാഹു മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ അന്നം, റിസ്ക് അന്നന്നത്തേക്കുള്ള വകയാക്കി തരണ റബ്ബേ. കൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് നമ്മുടെ കുടുംബത്തിനും പട്ടിണി കിടക്കാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം, അന്നം, അന്നന്നത്തേക്കുള്ള വക. മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ ആസ്തി അന്നന്നത്തേക്കുള്ള വക ആക്കണേ റബ്ബേ. നമ്മളെന്താ ദുനിയാവിന് വേണ്ടി ചോദിക്കല്? ലാ ഹൗല വലാ ഖുവ. ഇതാണ് ദുനിയാവിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കില്ലാതെ വർദ്ധിപ്പിച്ചു തരാൻ ചോദിച്ചത് എന്താ? അള്ളാഹു ഖുർആനിൽ അത് പഠിപ്പിച്ചു, നമ്മെ നബിയോട് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു. വഖുർ റബ്ബി സിദ്നി ഇൽമ. അള്ളാഹുവേ, എനിക്ക് ദീനിൻ്റെ ഇൽമ്, നിന്റെ ദീനിൻ്റെ വിജ്ഞാനം നീ വർദ്ധിപ്പിച്ചു തരണമേ. അതാണ് കൂടുതലായി ചോദിച്ചത്. നമുക്ക് തീരെ വേണ്ടാത്തതാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ദുനിയാവിനെ പറ്റി വിശദമായ ചോദ്യങ്ങളില്ല. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ദുനിയാവിൽ നീ നല്ലത് നൽകണമേ, ആഖിറത്തിൽ നീ നല്ലത് നൽകണമേ, നരകത്തിൽ നിന്ന് നരകശിക്ഷയിൽ നമ്മൾ കാക്കണമേ. ഇങ്ങനെ ദുനിയാവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് പൊതുവായ വ്യാപകാർത്ഥത്തിലുള്ള ചോദ്യങ്ങളാണ്. വിശദമായി പ്രത്യേകമായി ചോദിച്ചതെല്ലാം പരലോകത്തേക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. മഗ്ഫിറത്താണ്, സ്വർഗപ്രവേശമാണ്, നരകമോചനമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ദുനിയാവും ദുനിയാവിൻ്റെ വർത്താനം ഇവിടുത്തെ ഭൗതികതയും ഒക്കെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ, ആ ജാതി സാഹചര്യങ്ങളിലും സംസാരങ്ങളിലും ആളുകളുടെ ഇടയിൽ വളർത്തിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഈ ജാതി ചോദ്യങ്ങളൊന്നും, അടുത്ത തലമുറയിൽ ഇതിൻ്റെ ചിന്ത തന്നെ അന്യമാകുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മുടെ തന്നെ അവസ്ഥ ഇതാണെങ്കിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആ സുന്നത്ത് മുറുകെ പിടിച്ച സഹാബത്തും സലഫു സ്വാലിഹ്യങ്ങളും അവരുടെ കഥകളും അവരുടെ വീരചരിതങ്ങളുമാകട്ടെ നമ്മുടെ ചർച്ചകളിൽ സ്ഥാനം പിടിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് എതിരിടുക, കിതാബിനോട് എതിരിടുക, ഖുർആനിനോട് എതിരിടുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അലിമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞില്ലേ, അസുന്നത്തു സഫീനത്തു നൂഹ്. സുന്നത്ത് എന്നത് നൂഹ് നബിയുടെ കപ്പലിന് സമാനമാണ്. മൻ റകിബ ഫീഹാ നജ. ആരാണ് ആ സുന്നത്താകുന്ന രക്ഷാകപ്പലിൽ ഈ ബിദ്അത്തുകളും തോന്നിവാസങ്ങളുമാകുന്ന മഹാപ്രളയത്തിൽ രക്ഷ തേടിയത്? നജ. അവൻ സുരക്ഷിത തീരത്തേക്ക്, പരലോകത്തേക്ക്, സ്വർഗത്തേക്ക് രക്ഷപ്പെടുന്നതാണ്. ആരാണോ മൻ തഖല്ലഫ അൻഹാ, സുന്നത്താകുന്ന ശരിയായ ദീനിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ദീനിൽ നിന്ന് ആരാണോ പുറംതിരിയുന്നത്,
അതിനവഗണിച്ചത് ഗരിഖ്. അവൻ ഈ തോന്നിവാസങ്ങളുടെയും ഹറാമുകളുടെയും ബിദ്അത്തുകളുടെയും ആഴക്കയങ്ങളിൽ പ്രളയങ്ങളിൽ മുങ്ങി നശിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നസ്അലുല്ലാഹ ഇസ്മത്തൻ മിന സലലി വനജാതൻ മിൻ സൂഇൽ അമൽ എന്ന് ഇബ്നു ബത്താ റഹിമഹുല്ലാ ഈ വാചകത്തിന്റെ അവസാനം പറയാണ്. ഇതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം അൽ ഉജുബ്. അൽ ഉജുബ്, സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പ്, അത്ഭുതം കൂറ. ഞാൻ വളരെ ഉഷാറാണെന്നുള്ള ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ പറഞ്ഞു, ഫലാ തുസക്കൂ അൻഫുസകും, നിങ്ങൾ സ്വയം ആത്മപ്രശംസ നടത്തരുത്. ഹുവ അഅലമു ബിമനിത്തഖ, അല്ലാഹുവിനറിയാം ആരാണ് ഏറ്റവും നല്ലവൻ, മുത്തഖി എന്ന് അല്ലാഹ്ക്കറിയാം. നമ്മൾ പിന്നെ നമ്മളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആത്മപ്രശംസ നടത്തിയേക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. സഹോദരങ്ങളെ, മുൻഗാമികൾ ചിലർ പാടിയതുപോലെ, യാ മദ്ഹറൽ ഉജ്ബി ഇജാബൻ ബിസൂറതിഹി ഉൻദുർ ഖലാഅക ഫഇന്ന അന്നത്ന തസ്രീബു, നിന്റെ പുറമേക്കുള്ള ചേലും കോലവും രൂപവും കണ്ട് സ്വയം അത്ഭുതം കൂറുന്നവനെ, നിന്റെ ഉള്ളകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് തിരിച്ചറിവില്ലാതെ നിന്റെ ബാഹ്യരൂപം കൊണ്ട് സ്വയം അത്ഭുതം കൂറുന്നവനെ, ഉൻദുർ ഖലാഅക ഫഇന്ന അന്നത്ന തസ്രീബു, നീ നിന്റെ വിസർജ്യങ്ങൾ, മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്ന നിന്റെ വെളിപ്രദേശത്തൊന്ന് പോയി നോക്കുക, അവിടെ വമിക്കുന്ന സുഗന്ധം നിനക്ക് ആക്ഷേപമാണ്. ഇതുപോലെ നിന്റെ ഉള്ളകമാകുന്ന ഖലാഇനുള്ള ദുർഗന്ധം അത് നിനക്ക് ആക്ഷേപമാണ്. എന്നിട്ട് പുറമേക്കുള്ള നിന്റെ തൊലിവെളുപ്പും ചേലും ചുറുചുറുക്കും നിന്റെ യുവത്വവും ചോരത്തിളപ്പൊന്നും കണ്ട് നീ അത്ഭുതം കൂറണ്ട എന്ന് മുൻഗാമികൾ പാടുകയാണ്. സഹോദരങ്ങളെ, ഇത് യാഥാർത്ഥ്യമല്ലേ? മുൻഗാമികൾ ചിലർ പറഞ്ഞ പോലെ, ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾക്കെങ്ങാനും ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ കൂടെ ഒരു പടപ്പും സഹവസിക്കില്ലായിരുന്നു, കൂടെ ഇരിക്കില്ലായിരുന്നു, എൻ്റെ ഭാര്യ പോലും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് സ്വയം അത്ഭുതം കൂറുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് നോക്കുക. വമിൻ അസ്ബാബിൽ ഖുദ്ലാനി അൽ ഉജുബ്. ഉജുബ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽ ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് ഉജുബ് എന്താണെന്ന് വിശദീകരിക്കുന്നു. മുലാഹദതുഹു ലഹാ ബിഐനിൽ കമാലി വൽ ഇസ്തിഹ്സാനി മഅ നിസ്യാനി മിന്നത്തില്ലാഹി തആല, തന്നെ പൂർണ്ണതയുടെ കണ്ണുകൊണ്ട് നിരീക്ഷിക്കുക. അതായത് ഞാൻ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുന്നത്, ഞാൻ വളരെ ഉഷാറാണ്. വൽ ഇസ്തിഹ്സാനി മഅ നിസ്യാനി മിന്നത്തില്ല, അല്ലാഹു എന്തെങ്കിലും നിനക്ക് ഖൈറുണ്ടെങ്കിൽ, ദീനിയായോ ദുന്യവിയായോ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് അള്ളാന്റെ ഓശാരമാണല്ലോ, അള്ളാന്റെ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അതെന്റെ നേട്ടമാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ സാമർഥ്യമാണ് എന്ന അഹന്തയും താൻ പോരിമയും, ഞാൻ വളരെ ഉഷാറാണെന്ന ചിന്തയും. ഇനി അള്ളാഹു സമൂഹത്തിൽ നിനക്ക് ഉയർച്ച നൽകിയാൽ, അത് ദുനിയാവ് കൊണ്ടോ ദീന് കൊണ്ടോ നിനക്ക് അള്ളാഹു ഉയർച്ചയും പദവി നൽകിയാൽ, തനിക്ക് താഴെയുള്ളവരെ നിന്ദിതയോടെ അവരെ താഴ്ത്തിക്കെട്ടുന്ന അവസ്ഥ, അതാണ് അൽ കിബ്റുൽ മദ്മൂം, ആക്ഷേപാർഹമായ അഹങ്കാരം. അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്, അഹങ്കാരത്തിൻ്റെ ബീജത്തിൽ പിറന്നതാണ് ഉജുബ് എന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ പറഞ്ഞ ഗൗരവമായൊരു വാചകമുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, റിയാ എന്നത്, റിയാനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. റിയാ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുക. ഫർറിയാഉ മിൻ ബാബിൽ ഇസ്റാഖി ബിൽ ഖൽഖ്. റിയാ എങ്ങനെയാണ് സംഭവിക്കുക? അള്ളാഹുവിനോട് പടപ്പുകളെ ശിർക്ക് വെക്കുമ്പോഴാണല്ലോ. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ആളുകളെ കാണിക്കാൻ വേണ്ടി, ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി, ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി, എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് ആളുകളുടെ ആക്ഷേപം പേടിച്ച്, അള്ളാഹിന്റെ ശിക്ഷയെ പേടിച്ചല്ല. അപ്പം അവിടെ സൃഷ്ടികളെ അള്ളാഹുവിന് ശിർക്ക് വെക്കുകയാണ്. ഇനി ഉജുബ് എന്താണ്? വൽ ഉജുബു മിൻ ബാബിൽ ഇസ്റാഖി ബിൻ നഫ്സ്. നമ്മൾ സ്വന്തം നഫ്സിനെ അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്ന അവസ്ഥയാണ്. ഞാൻ ജാറത്തിലൊന്നും പോകുന്നില്ലേ, ഞാൻ ശിർക്ക് ജനിച്ച പോലെ എനിക്ക് ശിർക്ക് പരിചയമില്ലേ എന്നൊക്കെ തൗഹീദിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക ഹക്കിൻ്റെയൊക്കെ സർവീസ് പാരമ്പര്യം അയവർക്കുന്നവർ സ്വന്തം നഫ്സ് അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്ന ഞാൻ, ആ വർത്താനം തന്നെ ഉജുബാണ്. ഞാൻ വളരെ ഉഷാറാണ്, ഞാൻ എന്നോ ഇതൊക്കെ മനസ്സിലാക്കിയതാണ്, ഞാൻ കേൾക്കാത്ത ദീനില്ല, ഞാൻ കേൾക്കാത്ത വാളില്ല എന്നൊക്കെ സ്വയം ഇങ്ങനെ മതിപ്പിന്റെ വർത്താനം പറയുന്നവരുണ്ടല്ലോ, ആ വർത്താനം തന്നെ ഉജുബാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സ്വന്തം നഫ്സിനെ ശിർക്ക് വെക്കുന്ന അവസ്ഥയാണ്. എന്താ തെളിവ് അതിനുള്ള? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇയ്യാക നഅ്ബുദു വൽ മുഅ്ജബു ലാ യുഹഖിഖു ഖൗലഹു സുബ്ഹാനഹു വ തആല ഇയ്യാക നസ്തഈൻ ഫൽ മുറാഇ ലാ യുഹഖിഖു ഖൗലഹു തആല ഇയ്യാക നഅ്ബുദു. ആളുകളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്ന ആളുകൾ ഇയ്യാക നഅ്ബുദു എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ വാചകം സാക്ഷാത്കരിച്ചിട്ടില്ല. എന്താണ് ഇയ്യാക നഅ്ബുദു? അല്ലാഹു നിനക്ക് വേണ്ടി മാത്രം. ആ മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുത്തനെയും കാണിക്കാൻ പറ്റൂല, ഒരുത്തനെയും കേൾപ്പിക്കാൻ പറ്റില്ല. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി മാത്രം. അപ്പൊ ആളുകളെ കാണിക്കാൻ വേണ്ടി റിയാഇന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുന്നവൻ ഇയ്യാക നഅ്ബുദു പാലിച്ചിട്ടില്ല, ഇയ്യാക നഅ്ബുദു അവൻ പാഴാക്കി. ഇനി സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറി ഞാൻ വളരെ ഉഷാറാണെന്ന് പറഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നവൻ ഇയ്യാക നസ്തഈൻ പാലിച്ചിട്ടില്ല. എന്താണ് ഇയ്യാക നസ്തഈൻ? അല്ലാഹുവേ നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു, നിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. എനിക്കിതിൽ യാതൊരു കഴിവുമില്ല, എനിക്കിതിൽ യാതൊരു ഓഹരിയുമില്ല, എനിക്ക് യാതൊരു മേന്മയുമില്ല. നിന്റെ ഔദാര്യം ഓശാരം കൊണ്ട് മാത്രം, അതുകൊണ്ട് നിന്റെ സഹായം മാത്രം ഞാൻ തേടുന്നു. സ്വന്തം നഫ്സിന്റെ കഴിവിലും സാമർത്ഥ്യത്തിലും അഭിനയിക്കുന്നവൻ, അത്ഭുതപ്പെടുന്നവൻ ഇയ്യാക നസ്തഈൻ പാലിച്ചിട്ടില്ല. ആരാണ് പറയുന്നത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു ആരാണോ യാഥാർത്ഥ്യമാക്കിയത് അവന് റിയായിൽ നിന്ന് പുറത്തു കിടക്കും. ഇയ്യാക നസ്തഈൻ ആരാണോ പറയുന്നതിനപ്പുറത്ത് ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് അവൻ ഈ ഉജുബിൽ നിന്നും രക്ഷപ്പെടും. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ വെച്ച് നമ്മളെ പരിശോധിക്കുക. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഉജുബിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. അതിലൊന്നായി എണ്ണി ഇഅജാബുൽ മർഇ ബിനഫ്സി, ഒരു മനുഷ്യൻ സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറുക എന്നുള്ളത്. അതുപോലെ തന്നെ സലഫു സ്വാലിഹീങ്ങളിൽ ചിലർ പറഞ്ഞു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹലാകു ഫി ഇസ്നൈൻ അൽ ഖനൂത് വൽ ഉജ്ബ്. ആളുകൾ നശിക്കുക 2 കാര്യത്തിലാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റിയുള്ള നിരാശ. 2 സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറുന്ന അവസ്ഥ. മഹാനായ മുത്തദ്രിഫ് ഇബ്നു ശിഖീർ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ലഅൻ അബീത നായിമൻ വഅസ്ബഹ നാദിമൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അബീത ഖായിമൻ വഅസ്ബഹ മുഅജബൻ. ഞാൻ ഒരു ദിവസം രാത്രി നിസ്കരിക്കാതെ കിടന്നുറങ്ങി, പിറ്റേന്ന് രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാതെ ഞാനൊരു ദിവസം കിടന്നുറങ്ങി, പിറ്റേന്ന് രാവിലെ ഖേദത്തോടുകൂടി എന്നിട്ട് ഇന്നലെ എനിക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടല്ലോ എന്ന അവസ്ഥയാണ്. ഞാൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു, പിറ്റേന്ന് നേരം ഇന്നലെ ഞാൻ രാത്രി മുഴുവൻ നിസ്കരിച്ച ആളാണ്, ചില്ലറക്കാരനല്ല എന്ന് സ്വയം ഞാൻ ഇന്നലെ രാത്രി നിസ്കരിച്ചവനാണല്ലോ എന്ന് സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറി പിറ്റേന്ന് നേരം വെളുക്കുന്നതിനേക്കാൾ രാത്രി നിസ്കാരം നഷ്ടപ്പെട്ട് എൻ്റെ നിസ്കാരം പോയല്ലോ എന്ന് ഖേദിക്കുന്നത്, അതാണ് എനിക്കതിനേക്കാൾ ഇഷ്ടം എന്ന് അദ്ദേഹം പറയാണ്. അതുകൊണ്ട് സ്വന്തം അമലുകളെ കൊണ്ട് അത്ഭുതം കൂറുന്ന ഉഷാറാണ് എന്ന ചിന്ത ഇത് നമ്മളെ നശിപ്പിക്കും, നമ്മുടെ അമലുകളെ ഗ്രസിപ്പിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, മതാ യകൂനു റജുലു മുസീഅൻ, ഒരു മനുഷ്യൻ എപ്പോഴാണ് മോശക്കാരനാവുക? ശ്രദ്ധിക്കണേ, ഈ വാചകം വളരെ ഗൗരവമുള്ള വാചകമാണ്. ഒരു മനുഷ്യൻ എപ്പോഴാണ് മോശക്കാരനാവുക, വൃത്തികെട്ടവനാകുക? ഇദാ ളന്ന അന്നഹു മുഹ്സിൻ, ഞാൻ സുഹൃതവാനാണ്, ഞാൻ വളരെ ഉഷാറാണ്, ഞാൻ പുണ്യവാനാണ് എന്ന് എപ്പോഴാണ് അവൻ സ്വന്തത്തെക്കുറിച്ച് വിചാരിക്കുന്നു, അപ്പോഴവൻ വടക്കാവുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു മുഅ്മിന്റെ ചിന്ത എപ്പോഴും എനിക്ക് കുറവുണ്ട്, ഞാൻ ഇങ്ങനെ ആയപ്പോരാ, ഞാൻ നന്നാവേണ്ടതുണ്ട്, എനിക്ക് വീഴ്ചയുണ്ട്, ഞാൻ പരിഹരിക്കേണ്ടതുണ്ട്. ഇതായിരിക്കണം ഒരു മുഅ്മിന്റെ ചിന്ത. നേരെ മറിച്ച് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വളരെ ഉഷാറാണെന്ന ചിന്ത മുനാഫിഖിന്റെ ചിന്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഫീഖ് നമുക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. സമയം മുൻഗാമികൾ ചിലർ പാടി, അജിബ്തു മിൻ മുഅജബിൻ ബിസൂറതിഹി വകാന ബിൽ അംസി നുത്ഫതൻ മദിറ വഫീ ഗദിൻ ബഅദ ഹുസ്നി സൂറതിഹി യസീറു ഫിൽ ലഹ്ദി ജീഫതൻ ഖദിറ വഹുവ അലാ തീഹിഹി വനഖ്വതിഹി മാ ബൈന സൗബൈഹി യഹ്മിലുൽ അദിറ. സ്വന്തം ബാഹ്യരൂപത്തെ കണ്ട് അത്ഭുതപ്പെട്ടു ഞാൻ,
ഞാൻ എൻ്റെ സ്വന്തം ബാഹ്യരൂപത്തെ കൊണ്ട്, എൻ്റെ പുറംപൂച്ച് കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വഖാന ബിൽ അംസി നുത്ഫതൻ മദിറ, പക്ഷേ ഇന്നലെ ഞാൻ തെറിച്ചു വീഴുന്ന ആളുകൾ കണ്ടാലറക്കുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു. വഫീ ഗദിൻ ബഅദ ഹുസ്നി സൂറതിഹി യസീറു ഫിൽ ലഹ്ദി ജീഫതൻ ഖദിറ, നാളെ ഞാൻ നല്ല ആകാര സൗഷ്ഠവമുള്ള സൗകുമാര്യത്തിന്റെ രൂപഭാവം പ്രാപിച്ച ഒരു മനുഷ്യന്റെ പൂർണ്ണ ശരീരമായെങ്കിലും പിന്നീട് ഞാൻ ഖബറിലേക്ക് നിർജീവമായ, കുറച്ചുനാൾ കഴിഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന ജീവച്ഛവമായി മൃതശരീരമായി നിക്ഷേപിക്കപ്പെടും 6 അടി മണ്ണിനടിയിൽ. ഇന്നലെ ഞാൻ നല്ല ചുറുചുറുക്കുള്ള, കാണാൻ ഭംഗിയുള്ള ശരീരത്തിനുടമയായ ചെറുപ്പക്കാരനായതിനു ശേഷം വഹുവ അലാ തീഹിഹി വനഖ്ഫതിഹി മാ ബൈന സൗബൈഹി യഹ്മിലുൽ അദിറ, നീ നിന്റെ തോന്നിവാസത്തിലും ധിക്കാരത്തിലും അഹന്തയിലും താൻ പോരിമയിലും ചോരത്തിളപ്പിലും സ്വയം അത്ഭുതം കൂറി അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുമ്പോഴെല്ലാം നീ ചിന്തിക്കണം, 2 വസ്ത്രത്തിനിടയിൽ ഒരു മാലിന്യ കൊട്ട മാത്രമാണ്, മാലിന്യ കൂമ്പാരം ചുമന്നുകൊണ്ട് നടക്കുന്നവൻ മാത്രമാണ് നീ. നിന്റെ ഉള്ളിന്റെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് മുൻഗാമികളിൽ ചിലർ പാടുകയുണ്ടായി. അതുകൊണ്ട് സ്വയം എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ സ്വന്തം ഗമനടിക്കുകയും അത്ഭുതം കൂറുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു ഹദീസ് കൂടി ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, ഗൗരവമുള്ള ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ബൈനമാ റജുലുൻ യംശി ഫീ ഹുല്ലത്തിൻ തുഅജിബുഹു നഫ്സുഹു. ഇന്നത്തെ കാലത്തെ യുവാക്കൾ ഈ ഹദീസ് ഒന്ന് ആഴത്തിൽ വിലയിരുത്തിയിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവാണ്. ഇക്കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ എന്തെങ്കിലും നല്ലൊരു വാഹനം ലഭിച്ചാൽ വീട്ടിലുള്ള പൂർവ്വപിതാക്കളും വാപ്പയും ചോര നീരാക്കി ഗൾഫിൽ നിന്ന് ഒഴുക്കി കൊടുക്കുന്ന പണം അതാവോളം ആസ്വദിച്ച് മോട്ടോർ സൈക്കിളിൽ ചെത്തി നടന്ന് സ്മാർട്ട് ഫോണും ദുനിയാവിൻ്റെ എല്ലാ സുഖങ്ങളും തിന്നാനും മുടുക്കാനും ആവശ്യത്തിലധികവും എല്ലാം ആസ്വദിച്ച് അള്ളാന്റെ ഭൂമിയിൽ അവന് കിട്ടിയ ഭൗതിക സുഖങ്ങളിൽ അഭിരമിച്ച് ഇങ്ങനെ മസിലും പെരുപ്പിച്ച് അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ അഹന്ത പേറി നടക്കുന്നവർ ഈ ഹദീസ് ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ, ബൈനമാ റജുലുൻ യംശി ഫീ ഹുല്ലത്തിൻ തുഅജിബുഹു നഫ്സു, നല്ല മുന്തിയ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ നടക്കുകയാണ് അള്ളാന്റെ ഭൂമിയിലൂടെ. അവൻ ഞാൻ വളരെ ഉഷാറാണ്, എൻ്റെ വസ്ത്രം വളരെ ഉഷാറാണ്, എൻ്റെ ശരീരം, എൻ്റെ വണ്ണം, എൻ്റെ ചുറുചുറുക്ക്, ഞാൻ ഉണ്ടാക്കിയ ഈ ബോഡി, ഞാൻ ബിൽഡ് ചെയ്ത എൻ്റെ ഈ ആരോഗ്യം, ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ താൻ ധരിച്ച ഭൗതികതയുടെ അലങ്കാരത്തിൽ സ്വയം അത്ഭുതം കൂറിയ ഒരു മനുഷ്യൻ നടക്കുകയാണ്. മുറജ്ജലുൻ ജുമ്മത്തുഹു, അവനവൻ്റെ മുടി വളരെ ഭംഗിയായി വാരി ചീകി ഒതുക്കിയിട്ടുണ്ട്. ഇന്ന് ചെക്കന്മാരെ മുടി ഒതുക്കാതെ കാട് തലയിൽ പറിച്ചു നടലാണ് ഇന്നത്തെ ഹെയർ സ്റ്റൈല്, അത് വേറെ കാര്യം. ഏതായാലും തൻ്റെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ വിശേഷണങ്ങൾ, തൻ്റെ വസ്ത്രം, താൻ ധരിച്ചിരിക്കുന്ന ഭൗതികമായ പുറംപൂച്ച്, തൻ്റെ ഹെയർ സ്റ്റൈല്, ഇതൊക്കെ വളരെ ഉഷാറാക്കി, അതൊക്കെ വളരെ ഉഷാറാണ്, ഞാൻ വളരെ ഉഷാറാണ് എന്നു മനസ്സിലാക്കി അള്ളാന്റെ ഭൂമിയിൽ അഹന്തയോടെ നടക്കുന്നവൻ ഇദാ ഖസഫ അല്ലാഹു ബിഹി ഫഹുവ യതജൽജലു ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു അച്ചേലക്ക് അവനെ മുച്ചൂടും ഭൂമിയിലേക്ക് താഴ്ത്തി കളയുകയും ഖിയാമത്ത് നാൾ വരെ ഭൂമിയുടെ അഗാധഗർത്തങ്ങളിൽ അവനിങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന് കാരണമാകുന്ന അവസ്ഥയാണ് സ്വന്തം നഫ്സിന്റെ ഈ പറഞ്ഞ പുറംപൂച്ചിലുള്ള അത്ഭുതം കൂറൽ എന്നുള്ളത്. ഉജുബിൻ നഫ്സിനുള്ള ശിക്ഷയാണ്. ദുനിയാവിൽ തന്നെ അള്ളാഹു പിടിച്ചവനെ ആഴ്ത്തിക്കളയും ഭൂമിയിലേക്ക്. ഖിയാമത്ത് നാൾ വരെ ഭൂമിക്കടിയിലിട്ട് അവനെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുന്യവിയായോ ദീനിയായോ എന്ത് ചെറിയ നന്മ ലഭിച്ചാലും നമ്മൾ അതുകൊണ്ട് മതിമറക്കുന്ന ഉഷാറാണ് എന്ന ചിന്ത നമുക്കുണ്ടാകാനേ പാടില്ല. അത് നമ്മുടെ അമലുകളെ നശിപ്പിച്ചു കളയും, നമ്മുടെ ദീനിനെയും നശിപ്പിച്ചു കളയും. അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ലഭിക്കാതെ പോകും. ഇവിടെ നിർത്തിയാലോ? ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ വരും ആഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ച നമുക്ക് ഞായറാഴ്ച ഫജ്റിന് ശേഷമുള്ള മജ്ലിസിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.